Hi students, how are you all? Hope you are doing well. Welcome back to our class. നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് മൊഡ്യൂൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഒരു ചേഞ്ചിന് വേണ്ടി ഓൺലൈൻ മോഡിൽ നിന്ന് മാറ്റി ഓഫ്ലൈൻ മോഡിലാക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അറിയാതെ മിസ് ചെയ്ത ഒന്ന് രണ്ട് ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് ക്ലാസ്സിൽ? ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, എന്താണ് ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് ഫങ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, എന്തൊക്കെയാണ് ഡിമാൻഡിനെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതിൽ നമ്മൾ മിസ് ചെയ്ത ഒന്നാണ് ഡിമാൻഡ് ഷെഡ്യൂൾ, അല്ലേ? ദ ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് ത്രൂ എ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ഡിമാൻഡ് കർവ്. ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് വൈൽ അതർ തിങ്സ് റിമെയിൻസ് ദ സെയിം. ഈ അതർ തിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ പ്രൈസ് അല്ലാതെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ. പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെ കുറേ എണ്ണം നമ്മൾ പഠിച്ചു ഡിമാൻഡിനെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രൈസ് അല്ലാത്ത മറ്റ് ഘടകങ്ങളെയാണ് എന്ത് നമ്മൾ അതർ തിങ്സ് എന്ന് പറയുന്നത്. അതിന് ഒരു എക്കണോമിക്സിൻ്റെ ഭാഷയിൽ പറയുന്ന വാക്കാണ് സെറ്ററിസ് പാരിസ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, അപ്പോൾ തിയറി എന്താണ് പറയുന്നത്, ലോ എന്താണ് പറയുന്നത്? ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വാരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. പ്രൈസ് കൂടുമ്പോൾ ഇൻകം ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഈ ലോ ഓഫ് ഡിമാൻഡ് ഇറ്റ് ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് ത്രൂ എ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ത്രൂ ഡിമാൻഡ് ഗ്രാഫ്. ഈ ഒരു ലോ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിമാൻഡ് ഷെഡ്യൂളായിട്ടും ഡിമാൻഡ് കർവുമായിട്ടും അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ, എന്താണ് ഡിമാൻഡ് കർവ് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡിമാൻഡ് ഷെഡ്യൂൾ? Demand schedule shows various quantities of goods or service that people buy at various possible prices during some specific period. ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ടേബിളാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു ടേബിൾ. എന്താണ് ആ ടേബിളിലുള്ളത്? ഷോസ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് ഓർ സർവീസ് ദാറ്റ് പീപ്പിൾ ബൈ. ജനങ്ങൾ വാങ്ങുന്ന വ്യത്യസ്ത അളവിലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ്. അതിൻ്റെ വില എത്രയാണ്, അത്ര വിലയാകുമ്പോൾ ഇത്ര അളവ് വാങ്ങും. ഈ ഒരു മാറ്റത്തെയാണ് ഈ ഒരു ടേബിളാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ? ഈ തരത്തിലുള്ള ജനങ്ങൾ വാങ്ങുന്ന വ്യത്യസ്ത അളവിലുള്ള ഗുഡ്സും അതിൻ്റെ പ്രൈസും. അപ്പോൾ ഒരു 10 രൂപയാകുമ്പോൾ ജനങ്ങൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എത്രയാണ്? ദ ഡിമാൻഡ് 20. ഇനി പ്രൈസ് കുറയുമ്പോൾ അത് 40 ആകും, പ്രൈസ് വീണ്ടും കുറഞ്ഞ് 6 ആകുമ്പോൾ അത് 60 ആകും. അപ്പോൾ ഇതെന്താണ് ഒരു ഷെഡ്യൂള് നമ്മുടെ ഡിമാൻഡ് കർവിനെ, ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഷെഡ്യൂളിനെ നമുക്കൊരു ഡിമാൻഡ് കർവ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം, അല്ലേ? ഗ്രാഫിക്കലി നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഡിമാൻഡ് കർവ്? ദ ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ഗ്രാഫിക്കലി. ലോ ഓഫ് ഡിമാൻഡിനെ ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇതിലെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈസ് ഈസ് മെഷേർഡ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന ലൈനിനെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാകും. ഒരു ഗ്രാഫിന്, ഒരു നോർമൽ ഗ്രാഫിന് 2 ആക്സിസുകൾ ഉണ്ടാകും. താഴത്തുകൂടെ പോകുന്നതാണ് എക്സ് ആക്സിസ്, മുകളിലേക്ക് പോകുന്നതാണ് വൈ ആക്സിസ്. അഥവാ ഹൊറിസോണ്ടൽ ലൈനാണ് എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ലൈനാണ് എന്ത്? വൈ ആക്സിസ്. അപ്പോൾ പ്രൈസ് ഏത് ആക്സിസുമലാണ് നമ്മൾ അളക്കുന്നത്? ഓൺ വെർട്ടിക്കൽ ആക്സിസ് ഓർ വൈ ആക്സിസ്. ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് മെഷേർഡ് ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ഇനി നമുക്ക് ഈ കർവ് ശ്രദ്ധിക്കാം. നമ്മൾ ആ ടേബിളിൽ കൊടുത്തതുപോലെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏത്? പ്രൈസ് 10 ആകുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q3 അഥവാ 20, അല്ലേ? പ്രൈസ് 8 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വീണ്ടും കൂടും. അത് എത്രയായിട്ട് കൂടി? 20, 40 കൂടി. പ്രൈസ് 6 കുറയുമ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടും. 40 നിന്ന് 60 ആകും. അതല്ലേ ആ ചേഞ്ചസ് കാണുന്നത്? പ്രൈസ് 10 ആകുമ്പോൾ
ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q3. പ്രൈസ് 8 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q2. പ്രൈസ് 6 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് Q1. അപ്പോൾ ഇത്തരത്തിലാണ് ഡിമാൻഡ് കർവ് ഉള്ളത്. ഈ ഡിമാൻഡ് കർവിനെ നമ്മൾ നെഗറ്റീവ്ലി സ്ലോപ്ഡ് എന്നാണ് പറയുക. കാരണം എന്താണ്, അത് മുകളിൽ നിന്ന് അടിയിലേക്കാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ നെഗറ്റീവ്ലി സ്ലോപ്ഡ് എന്ന് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെരിവ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പറയുന്നത്, നെഗറ്റീവ്ലി സ്ലോപ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ മിസ്സായിപ്പോയ 1-2 ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ എടുത്തത്. ഓക്കെ, പിന്നെ റീസൺസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ഇത് നമ്മൾ പഠിച്ചു. അതുപോലെ എക്സെപ്ഷൻസ് ടു ലോ ഓഫ് ഡിമാൻഡ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഡിമാൻഡ്. എന്തെല്ലാമാണ് ഡിമാൻഡിൻ്റെ ടൈപ്സ്? ഓക്കെ, 3 ടൈപ്പ് ഡിമാൻഡുകളാണ്. ഒന്ന് പ്രൈസ് ഡിമാൻഡ്. ഇത് നമ്മളിപ്പോൾ പഠിച്ച ഡിമാൻഡ്. പ്രൈസ് ഡിമാൻഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? Price demand shows the relationship between price and quantity demanded of a commodity. Price demand എന്തിനെ സൂചിപ്പിക്കുന്നു? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തുവിൻ്റെ വിലയും അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചതുപോലെ എന്താണ്, നെഗറ്റീവ് റിലേഷനാണ്. പ്രൈസ് കൂടുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും, പ്രൈസ് കുറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടും. രണ്ടാമത്തേത് ഇൻകം ഡിമാൻഡ്. എന്താണ് ഇൻകം ഡിമാൻഡ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. പ്രൈസ് ഡിമാൻഡ് പോലെ തന്നെ ഇൻകം ഡിമാൻഡ് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി അറ്റ് വേരിയസ് ലെവൽ ഓഫ് ഇൻകം. നമ്മുടെ ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റം, അത് തമ്മിലുള്ള റിലേഷനാണ് ഇൻകം ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ് ആയിരുന്നു, ഇൻകം ഡിമാൻഡോ പോസിറ്റീവ് അല്ലേ? നമ്മുടെ വരുമാനം കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടും, നമ്മുടെ വരുമാനം കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും. സോ ദ തേർഡ് വൺ ഈസ് ക്രോസ് ഡിമാൻഡ്. വാട്ട് ഈസ് ക്രോസ് ഡിമാൻഡ്? Cross demand refers to the change in quantity demanded of a commodity owing to a change in the price of related goods. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം ഏതിൻ്റെ കാരണമാണ്? മറ്റൊരു വസ്തുവിലുണ്ടായ വിലയുടെ മാറ്റത്തിന് കാരണമാണ്. അപ്പോൾ പ്രൈസ് ചേഞ്ചും ക്വാണ്ടിറ്റി ഡിമാൻഡും രണ്ടും 2 വസ്തുവിലും ആണ് ചേഞ്ചസ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെയാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ കോംപ്ലിമെൻ്റ് ഗുഡ്സ് എന്താണ്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താണ്? ഒരേ സമയം ഒരുമിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അപ്പോൾ ഒന്നിൻ്റെ വില കൂടിയാൽ മറ്റൊന്നിൻ്റെ ഡിമാൻഡ് കുറയും അല്ലേ? ഒന്നിൻ്റെ വില കൂടിയാൽ മറ്റൊന്നിൻ്റെ ഡിമാൻഡ് കുറയും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എങ്ങനെയാണ്? ടീ, കോഫി നമ്മൾ പഠിച്ചു. ടീ, കോഫി. അപ്പോൾ ടീയുടെ വില കൂടിയാൽ കോഫിയുടെ ഡിമാൻഡ് കൂടും അല്ലേ? അപ്പോൾ ഒന്നിൻ്റെ വില കൂടുന്നത് മറ്റൊന്നിൻ്റെ ഡിമാൻഡിൽ മാറ്റം വരുത്തുന്നു. ഇതിനെയാണ് നമ്മൾ പറയുക? ക്രോസ് ഡിമാൻഡ് എന്ന് പറയുക അല്ലേ? ഡിമാൻഡ് ഒരു വസ്തുവിലല്ല, വിലയിൽ മാറ്റമുണ്ടാകുന്നത് ഒരു വസ്തുവിൽ, ഡിമാൻഡിൽ മാറ്റമുണ്ടാകുന്നത് മറ്റൊരു വസ്തുവിൽ. ഓക്കെ, അപ്പോൾ ഈ 3 മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്ക് മാർക്കറ്റ് ഡിമാൻഡ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്? മാർക്കറ്റിലുണ്ടാകുന്ന ഡിമാൻഡ് അല്ലേ? അതിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ്. അത്രയേ ഉള്ളൂ. നമുക്ക് പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. The market demand for a commodity gives the alternative amounts of the commodity demanded at various prices by all individuals in the market during a period of time. Market demand എന്താണ്? ഒരു വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്താണെന്ന് സൂചിപ്പിക്കുന്ന, അഥവാ ഒരു മാർക്കറ്റിലെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. എങ്ങനെയാണ് കണക്കാക്കുക? എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്കെന്താണ്? മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്ന് കിട്ടുന്നു. To obtain the market demand, we sum the quantities demanded by each individual at a particular price to obtain the total quantity demanded at that price. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഗ്രാഫിക്കലി ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ എ കമ്മോഡിറ്റി. ഒരു വസ്തുവിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക?
ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ of the entire individual demand curve for the commodity. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഡിമാൻഡ് കർവുകൾ ഉണ്ടാകും. ആ ഡിമാൻഡ് കർവുകളൊക്കെ കൂട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഉണ്ടാകുക. അപ്പോൾ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. നമ്മൾ നേരത്തെ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ പഠിച്ചു, അതിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളാണിത്. അപ്പോൾ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ടാകും. ഇവിടെ ഇൻഡിവിജ്വൽ എ ഉണ്ട്, ഇൻഡിവിജ്വൽ ബി ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ എന്താണ്, പ്രൈസൊക്കെ എല്ലാ ഇൻഡിവിജ്വലിനും സെയിം ആയിരിക്കും. ക്വാണ്ടിറ്റി ഡിമാൻഡിന് ഒരു പക്ഷേ വ്യത്യാസമുണ്ടാകും. മാർക്കറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ്, ഒന്നുമില്ല, ഇൻഡിവിജ്വൽ എൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻഡിവിജ്വൽ ബീൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും ആഡ് ചെയ്താൽ മാർക്കറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ഇരിക്കുമ്പോൾ ക്ലാസ് വീഡിയോ കാണുമ്പോൾ ഈ ടാബിൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ആക്കിയിട്ട് വിശദമായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ. ഇനി ലാസ്റ്റ് എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അപ്പോൾ ആദ്യം കാണുന്ന ഗ്രാഫ് ഇൻഡിവിജ്വൽ എൻ്റെ ഡിമാൻഡ് കർവാണ്. രണ്ടാമത് കാണുന്ന ഗ്രാഫ് ഇൻഡിവിജ്വൽ ബീൻ്റെ ഡിമാൻഡ് കർവാണ്. മൂന്നാമത് കാണുന്നത് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കർവാണ്, അല്ലേ? അപ്പോൾ അതിലുള്ള വ്യത്യാസം നോക്കുക. മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഒന്നുകൂടി ചെരിഞ്ഞിട്ടാണ്, ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഡിമാൻഡ് കർവ് പൊതുവേ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. ഇതിൽ വേറെ കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യണം. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.